അതിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്ത ടോപ്പിക്ക് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് ആണ്. നമുക്ക് സ്ട്രെയിൻ ഗേജിനെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പഠിച്ചിരിക്കണം നോക്കാം. അറിയോ സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെൻസറാണ് സ്ട്രെയിൻ ഗേജ്. ഒരുപാട് പ്രൊജക്ട്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഒരു റിയൽ എൻവയോൺമെൻറ്റിൽ നിന്ന് സിഗ്നൽ ക്യാപ്ചർ ചെയ്താലേ നമുക്കത് കമ്പ്യൂട്ടർ അനലൈസ് ചെയ്യാൻ പറ്റൂ അല്ലേ. അതുകൊണ്ടാണ് ശരിക്കും നിങ്ങൾ ഈ സബ്ജക്റ്റ് തന്നെ പഠിക്കുന്നത്. അതായത് റിയൽ വേൾഡിൽ നിന്നൊരു സിഗ്നൽ നമ്മൾക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ് ഫുൾ ട്രാൻസ്ഡ്യൂസേഴ്സും. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഡ്യൂസറാണ് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സ്ട്രെയിൻ ഉണ്ടാവുന്ന എല്ലാ സ്ഥലത്തും, അതായത് മെക്കാനിക്കൽ സ്ട്രെയിൻ ഉണ്ടാവുന്ന പ്ലേസസിൽ നമ്മൾ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അവിടെ അപ്പിയർ ചെയ്യുന്ന ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടെൻഷൻ, സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആണ് സ്ട്രെയിൻ ഗേജ്. അതിൻ്റെ പേര് പോലെ തന്നെ അത് മെഷർ ചെയ്യുന്നത് സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുന്നത്, ഒരു എയർക്രാഫ്റ്റ് ആണെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ വിങ്സിൻ്റെ അല്ലെങ്കിൽ നമുക്കതിൻ്റെ ബോഡിയിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ അല്ലേ, അത് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെ സെൻസേഴ്സ് വെച്ചിട്ടുണ്ടാവും. ആ സെൻസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ വിങ്സിൻ്റെ സ്ട്രെയിനും, അതുപോലെ തന്നെ നമുക്ക് റെയിൽവേ ട്രാക്കിലൂടെ എത്ര ട്രെയിന് പോകുമ്പം ഉണ്ടാകുന്ന അതിനെത്ര മാത്രം അതിന് കപ്പാസിറ്റി ഉണ്ടെന്ന്, അല്ലെങ്കിൽ അതിന് എത്ര മാക്സിമം ഫോഴ്സ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നൊക്കെ മെഷർ ചെയ്യണ്ടേ. അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെഷർമെൻറ്റ് ടെക്നിക്സാണ്, മെഷർമെൻറ്റ് ഡിവൈസാണ് സ്ട്രെയിൻ ഗേജ്. അങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ സ്ട്രെയിൻ ഗേജ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. നമുക്ക് ട്രെയിനിൻ്റെ കാര്യം തന്നെ എടുക്കാം. ട്രെയിനിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ പാളത്തിലൊരു ട്രെയിൻ പോകുമ്പോൾ അതിന് ഒരു ഫോഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യേണ്ടി വരും. ആ ഫോഴ്സിൻ്റെ മാക്സിമം എമൗണ്ട് എത്രയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരു സ്ട്രെയിൻ ഗേജ് വെച്ച് നോക്കി അതിൻ്റെ സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. എന്താണ് സ്ട്രെയിൻ ഗേജ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ബേസിക്കലി എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് മെക്കാനിക്കൽ സർഫസ് സ്ട്രെയിൻ and is one of the most extensively used electrical transducer. മെക്കാനിക്കൽ സ്ട്രെയിൻ ആണ് മെഷർ ചെയ്യുന്നത്. മെക്കാനിക്കൽ സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് മെക്കാനിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസസും ഉണ്ട്, ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിവൈസസും ഉണ്ട്. ഇലക്ട്രിക്കലി ഓപ്പറേറ്റ് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് സ്ട്രെയിൻ ഗേജസ്. മെക്കാനിക്കൽ സ്ട്രെയിൻ ഗേജസ് ഉണ്ട്, ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ് ഉണ്ട്, അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ്. നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ് ആണ്. അതായത് റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിൻ ഗേജാണ് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ് ആണ്, അതൊരു ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജ് ആണ്. ഓക്കെ, and its working is based on the fact that when a stress is applied on a metal conductor, its resistance changes. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. നമ്മൾ ഒരു സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പം ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് കൊണ്ടാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് ഓപ്പറേറ്റിംഗ് ടെക്നിക്ക് നേരത്തെ പറഞ്ഞതുപോലെ മേ ബി മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ ഓർ ഇലക്ട്രിക്കൽ. മെക്കാനിക്കലായിട്ട് റെസിസ്റ്റൻസ് അല്ല, മെക്കാനിക്കലായിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നതിൻ്റെ ഒപ്റ്റിക്കലി, അതായത് നമ്മൾ ലൈറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ ലൈറ്റ് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നതുണ്ട്. ഇലക്ട്രിക്കലി തന്നെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്ന സ്ട്രെയിൻ ഗേജസും ഉണ്ട്. നമുക്ക് ഇത് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡൈനാമിക് സ്ട്രെയിൻ ഇൻ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് സച്ച് ആസ് stress and strain in bridges, automobiles, roads. ബ്രിഡ്ജസ്, പാലത്തിൻ്റെയൊക്കെ നമുക്ക് അതിൻ്റെ എത്രമാത്രം അതിനെ സ്ട്രെയിൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓട്ടോമൊബൈൽസ് ആൻഡ് റോഡ്സ്, അങ്ങനെ എക്സ്റ്റെൻസീവായിട്ടുള്ള ആപ്ലിക്കേഷൻസാണ് നമ്മൾ റിയൽ വേൾഡിൽ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്.
ഇനി ഇത് മെഷർ ചെയ്യുന്നത് സ്ട്രെയിൻ ഗേജ് ഈസ് ഓൾസോ യൂസ് ടു മെഷർ ടെൻഷൻ, ടോർക്ക് ആൻഡ് ഫോഴ്സ്. ടെൻഷനും ടോർക്കും ഫോഴ്സും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ നമ്മൾ ഇത്രയും ഒരു സ്ട്രെയിൻ ഗേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന പോയിൻറ്റ്സാണ് ഇതൊക്കെ. അത് മെഷർ ചെയ്യുന്നത് റെസിസ്റ്റൻസിലെ വേരിയേഷൻ കൊണ്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ് പോസിബിൾ ആക്കുന്നത് എന്ന് എഴുതണം. പിന്നെ അതിന് യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിനെ മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി അത് ബ്രിഡ്ജസ്, ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ റോഡ്സ്, ഇവിടെയൊക്കെ സ്ട്രെയിന് എയർക്രാഫ്റ്റിൻ്റെ ഫ്ലീറ്റ്സ്, ഇതിലൊക്കെ അതിൻ്റെ സ്ട്രെയിൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു സിമ്പിൾ സ്ട്രെയിൻ ഗേജിൻ്റെ പിക്ചർ ഒന്ന് നോക്കാം. ഇതാണ് ഒരു സ്ട്രെയിൻ ഗേജിൻ്റെ വർക്കിംഗ് ആണ് ഈ കാണുന്നത്. ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ്. ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു വൈൻഡിങ്സ് പോലെയുള്ള സാധനം കാണുന്നില്ല. ഇതൊരു അനിമേഷനാണ്. അതിനകത്ത് കാണിച്ചിട്ടുള്ളതാണ്, ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് സ്കൈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത്. അതൊരു വൈൻഡിങ് ആണ്, മെറ്റൽ വൈൻഡിങ് ആണ്. അതിൻ്റെ രണ്ട് എൻഡിലും നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ് ഉണ്ടാവും. ഇതിനെ ലോഡ് സെൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള ലോഡ് സെല്ലാണ് ഫോഴ്സ് മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ്, ഈ റെഡ് കളറിൽ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ആ വൈൻഡിങ്സിൻ്റെ സ്ട്രക്ചർ മാറുന്നത് കണ്ടോ? അത് കംപ്രഷൻ, ടെൻഷനും കംപ്രഷനും ഉണ്ടാവും. അപ്പോൾ അത് ടെൻസ് ചെയ്യാണ്, പിന്നെ അത് കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് ടെൻഷനും കംപ്രഷനും ഓൾട്ടർനേറ്റീവായിട്ട് ഉണ്ടാകുന്നുണ്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം. അതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ലോഡ് സെൽ എന്ന് പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രെയിൻ ഗേജ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ട്രാൻസ്ഡ്യൂസറാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് വർക്കിംഗ്. ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ലോഡ് സെൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു സ്ട്രെയിൻ ഗേജ്. അതിൻ്റെ അകത്ത് ബ്ലൂ സ്ട്രിപ്സ് പോലെ കാണുന്ന ബ്ലൂ കളറിലുള്ള ഒരു സ്ക്വയർ കാണുന്നില്ലേ? അതിനുള്ളിൽ ഉള്ള സാധനമാണ് സ്ട്രെയിൻ ഗേജ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിമ്പിളും അങ്ങനെയാണ് സ്ട്രെയിൻ ഗേജ് ഉണ്ടാവുക. ഓക്കെ, ഇതാണ് റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജ്. അതിനകത്തൊരു തിൻ മെറ്റൽ വയർ, ഈ കാണുന്നത് ഒരു തിൻ മെറ്റൽ വയറാണ്. ഇതേപോലെ ഒരു സാധനമാണ് നിങ്ങൾ അതിനകത്ത് കണ്ടതല്ലേ? ഒരു തിൻ മെറ്റൽ വയറാണ്. ഈ വയറാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടക്ടർ. ഈ കണ്ടക്ടറിൻ്റെ സ്ട്രക്ചർ മാറും അല്ലേ? അതൊരു സ്ട്രെയിൻഡ് ആകുമ്പോൾ അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഒക്കെ മാറും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ റെസിസ്റ്റൻസും ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് സ്ട്രെയിൻ ഗേജ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് ടെർമിനൽസിൻ്റെ ആ ടെർമിനൽസിൽ നമുക്ക് വോൾട്ടേജ് മെഷർമെൻറ്റ് പോസിബിളാണ്. അല്ലെങ്കിൽ ഒരു ടൈമിലുള്ള വോൾട്ടേജും വേറൊരു ടൈമിലുള്ള വോൾട്ടേജും നോക്കുമ്പോൾ വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടാകും. അതായത് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡിഫറൻസ് ഒക്കെ മെഷർ ചെയ്തെടുക്കാൻ ഒരു സപ്ലൈ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ. ബ്രിഡ്ജ് സർക്യൂട്ട് എന്താണെന്ന് അറിയാമോ? വീസ്റ്റോൺസ് ബ്രിഡ്ജ് എന്ന് കേട്ടിട്ടില്ലേ? വീസ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ ഒരു ഹാൻഡായിട്ടാണ് സാധാരണ സ്ട്രെയിൻ ഗേജ് കൊടുക്കുക. ഒരു വീസ്റ്റോൺസ് ബ്രിഡ്ജിൽ ഒരു റെസിസ്റ്ററിന് പകരം സ്ട്രെയിൻ ഗേജ് കണക്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുക. അത് നമുക്ക് നോക്കാം. ഇത്രത്തോളം മനസ്സിലാക്കുക. ഇതൊരു സ്ട്രെയിൻ ഗേജിൻ്റെ പാറ്റേൺ ആണ്. ഇത് വരച്ചെടുക്കുക. സ്ട്രെയിൻ സെൻസിറ്റീവ് പാർട്ടാണ് ഈ വയർ. ഈ ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ടെർമിനൽസ് ആണ് ഇത് എന്ന് മാത്രം മനസ്സിലാക്കുക. ഇനി റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് മാറുന്നത്? നമ്മൾ പറഞ്ഞു സ്ട്രെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും. ഡയമെൻഷണൽ ബിഹേവിയർ കൊണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡയമെൻഷണൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു ഇക്വേഷൻ ഉണ്ടല്ലേ? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ആ ഇക്വേഷൻ പറയുന്നത് റെസിസ്റ്റൻസ് അതിൻ്റെ ലെങ്ത്തിനും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഡിപ്പെൻഡ് ചെയ്യും. ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ടും
ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുമാണ് റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഡയമെൻഷണൽ കൺസിഡറേഷൻ. നമ്മളൊരു വയർ അതിന് ഒരു സ്ട്രെയിൻ കൊടുക്കുമ്പം അതിൻ്റെ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാറും. അങ്ങനെ മാറുമ്പം ആ ലെങ്ത്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാറുന്നതിനനുസരിച്ച് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാവും. അങ്ങനെയാണ് ഡയമെൻഷണൽ ബിഹേവിയർ കൊണ്ട് ഇലാസ്റ്റിസിറ്റിക് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിന് ചേഞ്ച് ഉണ്ടാവുന്നത്. അതായത് ദ മെറ്റീരിയൽ ഈസ് സബ്ജക്റ്റഡ് ടു ടെൻഷൻ. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് ടെൻഷൻ. നമ്മൾ ഒരു മെറ്റീരിയൽ ടെൻഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയമെൻഷനും അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും മാറും. അതായത് ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ. ഒരു വയറാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷനിലെ ഏരിയ, തിക്നെസ് അത് മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസ് മാറുന്നത്. അതായത് നമ്മൾ ടെൻസ് ചെയ്യുമ്പം അത് പോസിറ്റീവ്ലി സ്ട്രെയിൻഡ് എന്നാണ് അതിന് പറയുക. പോസിറ്റീവ്ലി സ്ട്രെയിൻഡ് ആണെങ്കിൽ പോസിറ്റീവ്ലി സ്ട്രെയിൻഡ് നമ്മൾ എപ്പോൾ പറയാന്ന് വെച്ചാൽ അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുകയും ലാറ്ററൽ ഡയമെൻഷൻ ഡിക്രീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ, ലാറ്ററൽ ഡയമെൻഷൻ നമ്മളൊരു വയറിനെ നമ്മൾ പിടിച്ച് വലിക്കുകയാണ്, അപ്പം അതിൻ്റെ ലെങ്ത്ത് കൂടും അല്ലേ, ലെങ്ത്ത് കൂടും, അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറയും. അതാണ് ടെൻഷൻ കൊടുക്കുക എന്ന് പറയുക. വയറിനൊരു ടെൻഷൻ നമ്മൾ സപ്ലൈ ചെയ്യില്ല, സ്ട്രെയിൻഡ് എന്ന് പറയാം, പോസിറ്റീവ്ലി സ്ട്രെയിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെങ്ത്തും ക്രോസ് സെക്ഷൻ ഏരിയയും ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടും. ലെങ്ത്ത് കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയും. ലെങ്ത്ത് കൂടുമ്പോഴാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നത്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയുമ്പോഴാണ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുന്നത്. അതായത് നമ്മളൊരു പോസിറ്റീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ആ വയറിൻ്റെ അല്ലെങ്കിൽ ആ സ്ട്രിപ്പിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. നമ്മളൊരു ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ആ വയറിൻ്റെയോ ആ സ്ട്രിപ്പിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുക. പോസിറ്റീവ് സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ നാരോ ചെയ്യും, റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, അതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും, ഏരിയ നാരോ ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഹയർ റെസിസ്റ്റൻസ്. ഇനി കംപ്രഷൻ ആകുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. ഏരിയ തിക്കൻ ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സിൻസ് എ റെസിസ്റ്റൻസ് ഓഫ് ദി conductor is proportional to its length and inversely proportional to its area of cross section, the resistance of the gauge increases with a positive strain. പോസിറ്റീവ് സ്ട്രെയിൻ അനുസരിച്ച് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇനി ഈ ഡയമെൻഷണൽ ചേഞ്ച് അല്ലാതെ വേറൊരു കാരണം കൂടിയുണ്ട് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്യുമ്പം അതിൻ്റെ റെസിസ്റ്റിവിറ്റി മാറുന്നുണ്ട്. മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി, അതായത് റോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി ആണെന്ന്. അപ്പോൾ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ എന്നാണ് ഇക്വേഷൻ അല്ലേ. റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. അതായത് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് അവിടെ ആഡ് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റിവിറ്റി ഒരു മെറ്റീരിയലിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. ആ റെസിസ്റ്റിവിറ്റി നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ചേഞ്ചും നമ്മൾ റെസിസ്റ്റൻസ്, ടോട്ടൽ വയറിൻ്റെ റെസിസ്റ്റൻസ് മാറാൻ കാരണമാവുന്നുണ്ട്. എന്തൊക്കെ ഇപ്പം നമുക്ക് ഈ സ്ലൈഡ് ഒന്ന് സമ്മപ്പ് ചെയ്യാം. ഒരു റെസിസ്റ്റീവ് മെറ്റീരിയലിന് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെയാണ് സ്ട്രെയിൻ ഗേജായിട്ട് ആക്ട് ചെയ്യുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. രണ്ടായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് ഡയമെൻഷണൽ ബിഹേവിയർ ചേഞ്ച് ആവുന്നത് കൊണ്ടും അതിൻ്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ആവുന്നത് കൊണ്ടും ആണെന്ന് നമുക്ക് പറയാം. അതിനകത്ത് ഡയമെൻഷണൽ ബിഹേവിയർ എന്താണ്? ലെങ്ത്ത് ആൻഡ് ഏരിയ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ലെങ്ത്തും ആണ്. ലാറ്ററൽ ഡയമെൻഷനും ലോഞ്ചിറ്റ്യൂഡൽ ഡയമെൻഷനും ചേഞ്ച് ആവും. അപ്പം ഇങ്ങനെ മൊത്തമായിട്ട് റെസിസ്റ്റിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൊണ്ടും അതിന് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഈ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്
നമ്മൾ സ്ട്രെയിൻ കൊടുക്കുമ്പോൾ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെ അതിൻ്റെ റെസിസ്റ്റൻസിനുണ്ടാവുന്ന ചേഞ്ചിന് നമ്മൾ പീസോ റെസിസ്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയും. പീസോ റെസിസ്റ്റീവ് ആണ്. പീസോ റെസിസ്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയും. അതായത് സൈസിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ സ്ട്രെയിൻ കൊണ്ട് നമ്മളുടെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിന്, നമ്മൾ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ പീസോ റെസിസ്റ്റീവ് ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡൊന്ന് സമ്മപ്പ് ചെയ്തതാണ് എങ്ങനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ബ്രോഡായിട്ടുള്ള പോയിന്റ്സ് സ്ലൈഡിൽ ഇട്ട് തരുന്നത് നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം. കംപ്ലീറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം. നെക്സ്റ്റ് നമ്മൾ കണ്ടതാണ് ടെൻഷൻ അനുസരിച്ച് എങ്ങനെയാണ് ഒരു ടെൻഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു കംപ്രഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. ഇവിടെയും ഡയമെൻഷൻ ചേഞ്ച് ആവുന്നുണ്ട്. ഇത് കുറച്ച് വലിഞ്ഞു, ഇത് കുറച്ച് കംപ്രസ് ചെയ്തു. അങ്ങനെ ഡയമെൻഷൻ ചേഞ്ച് ആവുന്നത് കാണിച്ചതാണ്. ലോവർ ഡയമെൻഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, അതായത് പോസിറ്റീവ് സ്ട്രെയിൻ ഓർ ടെൻഷൻ ആണെങ്കിൽ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇനി കംപ്രഷൻ ആണെങ്കിൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഇനി നമുക്ക് പോയിന്റ്സ് ആക്കിയിട്ട് എഴുതിയിട്ടുള്ളതാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഫങ്ഷൻസ്. ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ചേഞ്ചസ് ആസ് എ ഫങ്ഷൻ ഓഫ് സ്ട്രെയിൻ. സ്ട്രെയിനിൻ്റെ ഫങ്ഷൻ, സ്ട്രെയിനിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക. അതായത് ഇൻക്രീസ് വിത്ത് ടെൻഷൻ ആൻഡ് റിഡ്യൂസ് വിത്ത് കംപ്രഷൻ, നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതുപോലെ. ഇനി സെൻസിറ്റിവിറ്റി വാരീസ് ഫ്രം മെറ്റീരിയൽ ടു മെറ്റീരിയൽ. അതായത് ഈ റെസിസ്റ്റൻസ് ചേഞ്ച് ഉണ്ടാവുന്നത് ഓരോ മെറ്റീരിയലിലും ഓരോ പോലെയായിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയലിൽ ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കോൺസ്റ്റാൻറ്റിനൈൻ, പിന്നെ നിക്കൽ, അലോയ്സ്, അങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽസാണ് ഇതിനകത്ത് ഉള്ള കണ്ടക്ടർ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഓരോ ടൈപ്പ് സെൻസിറ്റിവിറ്റി ആയിരിക്കും. അതായത് റെസിസ്റ്റിവിറ്റി മാറുന്നതിൻ്റെ അളവ് വ്യത്യാസമായിരിക്കും. ഇനി ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റെസിസ്റ്റൻസ് ഗേജിൻ്റെ റെസിസ്റ്റൻസ് മാറുന്നു എന്ന് പറഞ്ഞു. ആ മാറുന്ന റെസിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യുക? നമ്മൾ സാധാരണ ആദ്യം മുതലേ ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ബ്രിഡ്ജസ് ആണ് യൂസ് ചെയ്യുക, ബ്രിഡ്ജ് സർക്യൂട്ട്സ് ആണ് യൂസ് ചെയ്യുക. വീസ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ 4 ഹാൻഡ്സുള്ള ഒരു ബ്രിഡ്ജ് കണ്ടിട്ടില്ലേ? ആ ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു പോർഷനിൽ ഈ സ്ട്രെയിൻ ഗേജ് ആഡ് ചെയ്യും, ബാക്കിയുള്ള പോർഷൻസിൽ കോൺസ്റ്റൻറ്റ് റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ്ഡ് ബ്രിഡ്ജ് ആണെങ്കിൽ എന്തായിരിക്കും? അതിന് അക്രോസുള്ള വോൾട്ടേജ് 0 ആയിരിക്കും. അൺബാലൻസ്ഡ് ആവുമ്പം, അതായത് ഇവിടെയുള്ള നമ്മളെ സ്ട്രെയിൻ ഗേജിൻ്റെ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് ആ ബ്രിഡ്ജിലൊരു വോൾട്ടേജ് ഉണ്ടാവും. അങ്ങനെയാണ് മെഷർ ചെയ്തെടുക്കുന്നത്. അതായത് ബ്രിഡ്ജ്, വീസ്റ്റോൺസ് ബ്രിഡ്ജോ ഏതെങ്കിലും ഒരു ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട്, കെൽവിൻ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജസിൻ്റെ വീസ്റ്റോൺസ് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. എങ്ങനെയാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളത്? ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ചേഞ്ച് ഇൻ ദി ഡയമീറ്റർ ഓഫ് ദി കണ്ടക്ടർ ഓർ തിക്നെസ് ഓർ ഡയമീറ്റർ ഓർ ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറയും. ലോഞ്ചിറ്റ്യൂഡൽ ഡയമെൻഷനും ലാറ്ററൽ ഡയമെൻഷനും. ഇനി ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി വാല്യൂ ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് ദി കണ്ടക്ടർ. അതിനെയാണ് പീസോ റെസിസ്റ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിയിലെ വാല്യൂ ചേഞ്ച് ചെയ്യും. നമുക്ക് ഇതിനൊരു ഇക്വേഷൻ വേണം. ഒരു ഗേജ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. സ്ട്രെയിൻ ഗേജിന് ഗേജ് ഫാക്ടർ. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഡെറിവേഷൻ ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, ലാസ്റ്റ് റിസൾട്ട് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. പക്ഷെ അതെങ്ങനെയാണ് വരുന്നത് എന്ന് നമ്മൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതൊരു ബ്രിഡ്ജ് സർക്യൂട്ടാണ്. നിങ്ങൾ ബ്രിഡ്ജ് സർക്യൂട്ട് കണ്ടിട്ടില്ലേ? ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ സ്ട്രെയിൻ ഗേജ് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. ബ്രിഡ്ജിൻ്റെ ഈ ഹാൻഡിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വോൾട്ടേജ്, സാധാരണ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണെങ്കിൽ, അതായത് ഈ സ്ട്രെയിൻ ഗേജിൻ്റെ വാല്യൂ ഒക്കെ സെറ്റ് ചെയ്തത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഇവിടെ 0 വോൾട്ടേജ് റീഡ് ചെയ്യും അല്ലേ? ഇനിയിപ്പോൾ ഈ സ്ട്രെയിൻ ഗേജിൽ
ഇവിടെ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ ഗേജിൻ്റെ റെസിസ്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവും. അതിനനുസരിച്ചൊരു വോൾട്ടേജ് ഇവിടെ ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് മെഷർ ചെയ്തെടുക്കാം. സാധാരണ സ്ട്രെയിൻ ഗേജിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ബ്രിഡ്ജിൻ്റെ കൂടെയാണ് സ്ട്രെയിൻ ഗേജ് ഉണ്ടാവുക. സെൻസറിൻ്റെ ഉള്ളിൽ സ്ട്രെയിൻ ഗേജ് ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ ഹാൻഡിലായിട്ടാണ് ഉണ്ടാവുക. അതിൻ്റെ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ സ്ട്രെയിൻ ഗേജ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. ഒരു ഫോഴ്സ് ഓർ ടെൻഷൻ ഓർ കംപ്രഷൻ എന്തുണ്ടായാലും ഇതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യും. വാരി ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇവിടെ ഒരു വോൾട്ടേജ് റീഡിംഗ് ഉണ്ടാക്കും. ഇത് അതിൻ്റെ സപ്ലൈ ആണ്. ഒരു സിമ്പിൾ ഫിഗറാണ്. ഇതും വരച്ചെടുക്കണം നോട്ടിൽ. ഇനി റെസിസ്റ്റൻസിൻ്റെ നമുക്ക് കാണേണ്ടത് ഗേജ് ഫാക്ടറാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്. റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. റോ ഈസ് ദി resistivity, L is the length of the resistance and A is the diameter. ഇനി let tensile strength be applied to the wire. നമ്മൾ വയറിലൊരു ടെൻസൈൽ സ്ട്രെങ്ത് അപ്ലൈ ചെയ്യുമ്പം there is a positive strain ഉണ്ടാവും. അങ്ങനെ പോസിറ്റീവ് സ്ട്രെയിൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഏരിയ മാറും അല്ലേ? ഏരിയയിൽ ഒരു ചേഞ്ച് ഉണ്ടാവും, ലെങ്ത്തിലും ഒരു ചേഞ്ച് ഉണ്ടാവും. ഇനി നമുക്ക് ഇവിടെ ഒരു റേഷ്യോനെ പറ്റി പഠിക്കാം. ആ റേഷ്യോ ആണ് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ ഡയമെൻഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയമെൻഷണൽ സ്ട്രെയിൻ. അതിനെയാണ് നമ്മൾ പോയ്സൺസ് റേഷ്യോ ന്യൂ എന്ന് പറയുന്നത്. സ്മോൾ വി പോലത്തെ ഒരു ലെറ്റർ, ഗ്രീക്കിലത്തെ ലെറ്ററാണ് ന്യൂ എന്ന് പറയുന്നത്. ഇസ് ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ. ഇതിൻ്റെ ടേംസിലാണ് നമ്മൾ ഗേജ് ഫാക്ടർ പറയുന്നത്. അതിനാണ് ഈ ടേം പരിചയപ്പെടുത്തിയത്. ഗേജ് ഫാക്ടറിൻ്റെ അകത്ത് വരുന്നൊരു ടേമാണിത്. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ ഈക്വൽ ടു ന്യൂ. പോയ്സൺസ് റേഷ്യോ എന്നാണ് അതിന് പറയുന്നത്. ഇനി ഗേജ് ഫാക്ടർ GF is equal to resistance change in resistance per change in length. അതാണ് നമ്മൾ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന യൂണിറ്റ് ചേഞ്ചും ലെങ്ത്തിൽ ഉണ്ടാകുന്ന യൂണിറ്റ് ചേഞ്ചും തമ്മിലുള്ള റേഷ്യോ ആണ് ഗേജ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിൽ ലെങ്ത്തിൽ ഉണ്ടാകുന്ന യൂണിറ്റ് ചേഞ്ചിനെ നമ്മൾ സ്ട്രെയിൻ എന്ന് പറയും. അപ്പോൾ ഇത് ഇക്വേഷൻസിലൊക്കെ ഈ ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഇക്വേഷൻ കിട്ടുന്നത്. സ്മോൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറൻസിയേഷൻ. നമ്മൾ സ്മോൾ ചേഞ്ച് ഡിഫറൻസിയേഷൻ്റെ ടേംസിലാണ് എടുക്കുക. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ്റെ അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഇക്വേഷനാണ്. ഗേജ് ഫാക്ടറിൻ്റെ GF is equal to 1 + 2 ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ലെങ്ത്, അതായത് യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഹോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത്. അതുപോലെ ഗേജ് ഫാക്ടറിൻ്റെ എക്സ്പ്രഷൻ എന്താന്ന് പറഞ്ഞാൽ യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്, അതായത് സ്മോൾ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. അതാണ് യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ്. ഇനി യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ചേഞ്ച് ഇൻ ലെങ്ത് ആണ് ഗേജ് ഫാക്ടർ. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ഇതാണ്. 1 + 2 ന്യൂ പ്ലസ് ഡെൽറ്റ റോ ഡിവൈഡഡ് ബൈ റോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ. ഈ ടേം ഇംപ്ലൈ ചെയ്യുന്നത് റെസിസ്റ്റിവിറ്റിയുള്ള ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ചേഞ്ചിൻ്റെ ടേമാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഇക്വേഷൻ പറയുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഇക്വേഷനാണ് ഗേജ് ഫാക്ടറായിട്ട് പറയൽ. ഈ ടേമിനും റെലവൻസ് ഉണ്ടെങ്കിൽ അത് എഴുതാം. അപ്പം നിങ്ങൾ ഈ ഇക്വേഷൻ ഫുള്ളായിട്ട് പഠിക്കണം. ഇതിൻ്റെ അകത്തുള്ള എല്ലാ ടേംസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ടേംസ് എല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് 2 ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? 2 ന്യൂ എന്ന് പറഞ്ഞാൽ പോയ്സൺസ് റേഷ്യോ ആണ്. ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇനി ഇതെന്താണ്? ഈ ടേം എന്താണ്?
ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മതി. അതിന് നമ്മൾ പറയുന്ന ടേം എന്താണ്? യൂണിറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈക്വേഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. അതായത് ന്യൂൻ്റെ ടേം അറിയാൻ വേണ്ടി നമ്മൾ നേരത്തെ ടേംസ് എടുത്തു. ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ എഴുതി വെക്കുക. ഗേജ് ഫാക്ടർ, GF എന്ന് പറഞ്ഞാൽ ഗേജ് ഫാക്ടർ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ്. ഇനി ഇതിൻ്റെ മെറ്റീരിയൽസിനെ പറ്റി. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക്കൽ സ്ട്രെയിൻ ഗേജസ് ഷുഡ് ഹാവ് സം ബേസിക് റിക്വയർമെൻറ്റ്സ് in order to give high accuracy, reproducibility, sensitivity and long life. ഇതൊക്കെ നമ്മൾ ഒരു ഗുഡ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞതാണ്. ഹൈ അക്യുറസിയും എക്സലൻറ്റ് റീപ്രൊഡ്യൂസിബിലിറ്റി, പിന്നെയും സെയിം വാല്യൂസ് തന്നെ കിട്ടണം അല്ലേ. പിന്നെ ഹൈ സെൻസിറ്റിവിറ്റി, സ്മോൾ വാല്യൂ സെൻസ് ചെയ്യണം, പിന്നെ ഒരുപാട് കാലം ഉണ്ടാവണം. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ റിക്വയർമെൻറ്റ്സിൽ വേണ്ടത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ റെസിസ്റ്റിവിറ്റി, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, കോൺസ്റ്റൻറ്റ് ഗേജ് ഫാക്ടർ, ഇതൊക്കെയുള്ള മെറ്റീരിയലാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്, അതായത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറാൻ പാടില്ല. കാരണം നമ്മൾ മെഷർ ചെയ്യുന്നത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതൊരു ഡിസ്ക്വാളിഫിക്കേഷനാണ്. ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസ് മാറുന്നതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പോൾ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിരിക്കണം. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് കാര്യമായിട്ട് ഫോഴ്സ് ആണ് അല്ലേ. ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യേണ്ടത്. അപ്പോൾ ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കഴിഞ്ഞാൽ അതൊരു ബാഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഉള്ളതും കോൺസ്റ്റൻറ്റ് ഗേജ് ഫാക്ടർ ഉള്ളതുമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ അങ്ങനത്തെ മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റാൻറ്റിൻ, കോപ്പർ നിക്കർ അലോയ്സ്, ഐസോ ഇലാസ്റ്റിക് അലോയ്സ്, ഇതൊക്കെയാണ് മെറ്റീരിയൽസ്. അത് സ്ട്രെയിൻ ഗേജ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്. ഇനി റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഗേജസ് പിന്നെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ കുറച്ച് യൂസേജ് ഒക്കെ പറഞ്ഞു, നമ്മൾ എയർക്രാഫ്റ്റിൽ നിന്നൊക്കെ പറഞ്ഞു. എന്നാലും കൃത്യമായിട്ട് അതിൻ്റെ സ്ട്രെസ് മെഷർമെൻറ്റിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് സ്പെസിഫിക് ആയിട്ട് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറായിട്ട് കുറേ സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ലോഡ് സെൽ, ടോർക്ക് മീറ്റർ, ഡയഫ്രം ടൈപ്പ് പ്രഷർ ഗേജസ്, ആക്സിലറോമീറ്റർ, ഫ്ലോ മീറ്റർ, ഇതിലൊക്കെ സ്ട്രെയിൻ ഗേജസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ലോഡ് സെൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഫിഗറാണ്. അതിൽ നമ്മൾ ഫോഴ്സ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടോർക്ക് മീറ്റർ എന്ന് പറഞ്ഞാൽ സ്പീഡ് റൊട്ടേറ്റിംഗ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസസ് ആണ്. ഇനി ഡയഫ്രം ടൈപ്പ് പ്രഷർ ഗേജസ്, പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ചെറിയ ഡയഫ്രം ടൈപ്പ് പ്രഷർ ഗേജസിൽ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിലറോമീറ്റേഴ്സ് ആൻഡ് ഫ്ലോ മീറ്റേഴ്സ്, സ്പീഡ് മെഷർ ചെയ്യാനും ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും സ്ട്രെയിൻ ഗേജസ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട്, അതായത് പ്രൈമറി അല്ല, നമ്മൾ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറായിട്ട് നമ്മൾ എന്തിൻ്റെയോ ഒരു ക്വാണ്ടിറ്റി ആക്കി മാറ്റി അതിന് റെസിസ്റ്റൻസ് ചേഞ്ച് ആയിട്ട് വരുന്ന രീതിയിൽ, അങ്ങനെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് ആയിട്ട് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ സ്ട്രെയിൻ ഗേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജസ്. ടൈപ്സ് നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് നമുക്ക് വിശദമായിട്ട് നോക്കാനുണ്ട്. മെയിനായിട്ട് 4 ടൈപ്പാണുള്ളത്. വയർ സ്ട്രെയിൻ ഗേജ്, ഫോയിൽ സ്ട്രെയിൻ ഗേജ്, തിൻ ഫിലിം സ്ട്രെയിൻ ഗേജ്, സെമി കണ്ടക്ടർ സ്ട്രെയിൻ ഗേജ്. വയർ സ്ട്രെയിൻ ഗേജിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ബൗണ്ടഡും അൺബൗണ്ടഡും. ബാക്കിയുള്ളത് ഓരോ ടൈപ്പ് സ്ട്രെയിൻ ഗേജ് ആണ്. ഇനി റോസറ്റീസ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഓഫ് സ്ട്രെയിൻ ഗേജസിന് പറയുന്ന പേരാണ് റോസറ്റീസ്. ഒരു ക്ലസ്റ്റർ ഓഫ് സ്ട്രെയിൻ ഗേജ് യൂസ്ഡ് ഫോർ സം മെഷർമെൻറ്റ്, അതിന് പറയുന്ന പേരാണ് റോസറ്റീസ്. അതും കൂടി മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമുക്ക് ഈച്ച് ടൈപ്പ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതൊക്കെയാണ് ടൈപ്സ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്ട്രെയിൻ ഗേജിനെ പറ്റിയിട്ട് ഒരു എസ്സേ എഴുതാനുള്ള അത്രയും മെറ്റീരിയൽ എല്ലാ ടോപ്പിക്കിലും അങ്ങനെയാണ് തരുന്നത്. ഒരു എസ്സേ എഴുതാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. ഒരു എസ്സേ ക്വസ്റ്റ്യന് കണക്കായിട്ട് അത്രയും പോയിന്റ്സ് ഉള്ള ഒരു സ്ലൈഡാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 5 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചെറിയ മാർക്കുകൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആൻസർ എഴുതുക. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക ആൻസർ.
അപ്പോൾ ഇത് ടോട്ടലായിട്ട് നോട്ടിൽ എഴുതിയെടുക്കണം. നോട്ടിൽ എഴുതാൻ വേണ്ടിയിട്ട് സെൻറ്റൻസ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ സെൻറ്റൻസ് ആയിട്ട് നോട്ടിൽ എഴുതിയെടുക്കാം. അപ്പോൾ ടൈപ്പ് ഓഫ് സ്ട്രെയിൻ ഗേജസ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നല്ലോണം നോക്കി വെക്കുക. ജസ്റ്റ് ക്ലാസ് കേട്ട് അത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവരും അറിയുന്ന കാര്യങ്ങൾ തന്നെ. സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ അധികം ആൾക്കാർക്കും അറിയായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സ്ട്രെയിൻ ഗേജ് എങ്ങനെയാണ്, അതിൻ്റെ റെസിസ്റ്റൻസ് എന്താണെന്ന് ആദ്യം പറഞ്ഞു, എന്താണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറഞ്ഞു, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഗേജ് ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ പഠിച്ചു. പിന്നെ ഒരു വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ യൂസ് ചെയ്തിട്ടാണ് സ്ട്രെയിൻ ഗേജിൻ്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ ടൈപ്പ് ഓഫ് മെറ്റീരിയലിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് സ്ട്രെയിൻ ഗേജിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് വരെ എത്തി നിൽക്കുന്നു. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.